എല്ലാവർക്കും PSC PYQ വേൾഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ PSC വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണിത്. അതുകൊണ്ട് അത് കാണാത്തവർ അതും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇനി വരുന്ന മത്സര പരീക്ഷകൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വന്ദേ മാതരം ആലപിച്ച വനിത. ശരി ഉത്തരം ഓപ്ഷൻ എ സുജേത കൃപലാനി. 1947 ഓഗസ്റ്റ് 15 പ്രത്യേകത എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 ആ ചരിത്ര നിമിഷത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു പ്രത്യേക സമ്മേളനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സമ്മേളനം ആരംഭിച്ചത് സുജേത കൃപലാനി ആലപിച്ച വന്ദേ മാതരം ഗാനത്തോടു കൂടിയാണ്. അതുകൊണ്ട് ശരി ഉത്തരം സുജേത കൃപലാനിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് വിവരാവകാശം ഒരു മൗലിക അവകാശമായി കാണുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 19(1)(a) ആണ്. 19(1)(a)യുടെ പരിധിയിൽപ്പെടുന്നതാണ് വിവരാവകാശം. കൂടാതെ അഭിപ്രായ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം ഇതൊക്കെ വരുന്നത് 19(1)(a)യുടെ പരിധിയിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയ കാലിഗ്രാഫർ ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനയുടെ കാലിഗ്രാഫർ. അടുത്ത ചോദ്യം, ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ MN റോയ്. MN റോയിയാണ് ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി. 1934 MN റോയ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചു. പിന്നീട് 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആവശ്യമൊക്കെ അംഗീകരിച്ചത്. അതുകൊണ്ട് ഉത്തരം MN റോയ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് ആണ്. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് സമത്വം എന്ന ആശയം നമ്മുടെ ഭരണഘടനയിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഉത്തരം ഫ്രാൻസ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം? താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം? ശരി ഉത്തരം ഓപ്ഷൻ ഡി ക്ഷേമരാഷ്ട്രം. ഇതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. പൗരന്മാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമാക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രമായി, വെൽഫെയർ സ്റ്റേറ്റായി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? 4-ാം ഭാഗത്താണ് അല്ലേ? ഏത് ആർട്ടിക്കിൾ മുതലാണ്? 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ആർട്ടിക്കിളിലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്, ഈ ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് നമ്മുടെ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് മൗലികാവകാശങ്ങളെപ്പോലെ ന്യായവാദർഹമല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദർഹമാണ്. അത് നടപ്പിലാക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഈ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി നേരിട്ട് കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല. അതായത് ഇത് ലംഘിക്കപ്പെട്ടാൽ കോടതി വഴി പരിഹാരം കാണാൻ സാധിക്കില്ല. അതാണ് നിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, 1949 മുന്നോട്ട് വച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്നത് ഏതാണ്? താഴെ പറയുന്നത് ഏതാണ് 1949 മുന്നോട്ട് വച്ച ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ലാതിരുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്യുലർ. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖത്തിൽ ഇന്ത്യ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. സെക്യുലർ എന്നും സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കുകൾ പിന്നീട് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി പോലുള്ള വാക്കുകൾ വന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി സെക്യുലർ ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നില്ല. ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ടായത്? BR അംബേദ്കർ ആയിരുന്നു നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, ഗോപാലസ്വാമി അയ്യങ്കാർ, മുഹമ്മദ് സാദുള്ള, BL മിത്തർ. അദ്ദേഹം പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ രാജിവെച്ചു. അതിനു പകരം N മാധവറാവു കമ്മിറ്റിയിൽ വന്നു. DP ഗൈത്താൻ അദ്ദേഹം
അന്തരിച്ചതിനെ തുടർന്നിട്ട് ടി കൃഷ്ണമാചാരിയാണ് അംഗമായിട്ട് ചുമതലയേറ്റത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമല്ലായിരുന്നു. 9ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? ശരി ഉത്തരം ഓപ്ഷൻ ബി, 44ാം ഭേദഗതി. ആദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ ഒന്നായിരുന്നു. പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് സ്വത്തിനുള്ള അവകാശങ്ങളെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് അത് 12ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 300A ആയി ചേർത്തു. അങ്ങനെ അതൊരു നിയമപരമായ അവകാശമായി മാറി. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. നിലവിൽ അതൊരു മൗലികാവകാശമല്ല. 10ാമത്തെ ചോദ്യം, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഒരു പ്രത്യാഘാതം അല്ല. അനുച്ഛേദം 360 പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. എന്നാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പേരിൽ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടാൻ നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ശരി ഉത്തരം ഓപ്ഷൻ എ, ബ്രിട്ടൻ. 12ാമത്തെ ചോദ്യം, സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 97ാം ഭരണഘടനാ ഭേദഗതി. 2011 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 19(1)(c) പ്രകാരം ഒരു മൗലികാവകാശമാക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരി ഉത്തരം ഓപ്ഷൻ എ, ഓൺലി 1 and 3. അതായത് 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. 42ാം ഭേദഗതിയെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നാണല്ലോ പറയുന്നത്. ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ 3ാമത്തെ പ്രസ്താവന 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. അതും ശരിയായ പ്രസ്താവനയാണ്. 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 44ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാക്കിയെന്ന പ്രസ്താവന തെറ്റാണ്. ഏത് ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്? 86ാം ഭേദഗതി. 86ാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. അതുകൊണ്ട് തന്നെ 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ആൻസർ 1ഉം 3ഉം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം പ്രസ്താവനകളാണ്? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം. 2ാമത്തെ പ്രസ്താവനയും 3ാമത്തെ പ്രസ്താവനയും മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തതാണ്. 2ാമത്തെ പ്രസ്താവനയായിട്ടുള്ള ഐറിഷ് ഭരണഘടനയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്, ഐറിഷ് ഭരണഘടനയിൽ നിന്നല്ല. അതുപോലെ 3ാമത്തെ പ്രസ്താവനയായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. അത് തെറ്റായിട്ടുള്ളതാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. 6ആണ് മൗലികാവകാശങ്ങളുടെ എണ്ണം. അതുകൊണ്ട് 2, 3 പ്രസ്താവനകൾ തെറ്റാണ്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണല്ലോ പ്രതിപാദിക്കുന്നത്. അതുപോലെ 4ാമത്തെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ആ 2 പ്രസ്താവനകളും ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവന. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇതിൽ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി, 1, 3, 4. ഈ പ്രസ്താവനകളാണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ. ഏതൊക്കെ പ്രസ്താവനകളാണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ എന്ന് നോക്കാം. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം ക്ഷേമരാഷ്ട്രമായി മാറ്റുക എന്നതാണ്. 1ാമത്തെ പ്രസ്താവന അത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ 3ാമത്തത് നമ്മളുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. 4ാമത്തെ പ്രസ്താവന നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഇതും ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ 1, 3, 4 പ്രസ്താവനകളാണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ. ഇനി 2ാമത്തെ പ്രസ്താവന നോക്കൂ. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുക. അത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. നമുക്കറിയാം, നിർദ്ദേശക തത്വങ്ങളെ മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല. ന്യായവാദർഹമല്ല. പക്ഷേ മൗലികാവകാശങ്ങൾ എന്താണ്? ന്യായവാദർഹമാണ്. നമുക്ക് കോടതി വഴി നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഓർത്ത് വയ്ക്കുക.
ഇനി 16-ാമത്തെ ക്വസ്റ്റ്യൻ. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അടുത്ത ചോദ്യം. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ 280. ആർട്ടിക്കിൾ 280 ആണ് ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 280 അനുസരിച്ച് രാഷ്ട്രപതി ഓരോ 5 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നു. അതായത് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് ഓരോ 5 കൊല്ലം കൂടുമ്പോഴും. അതേത് ആർട്ടിക്കിളാണ്? അനുച്ഛേദം 280 അനുസരിച്ചാണ് രാഷ്ട്രപതി ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ നികുതി വരുമാനം എങ്ങനെ വീതം വയ്ക്കണമെന്നൊക്കെ ശുപാർശ ചെയ്യുന്നത് ഈ കമ്മീഷനാണ്. ഇതിലെ മറ്റു ഓപ്ഷനുകളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അനുച്ഛേദം 324 ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 324. 356 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 368 ഭരണഘടനാ ഭേദഗതി വരുത്തുവാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അനുച്ഛേദം ഏത്? താഴെ തന്നിരിക്കുന്നത് ഏതാണ് ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നതാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 352 ആണ്. യുദ്ധം, ബാഹ്യാക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവ ഉണ്ടായാൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ആർക്കാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത്? രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടുത്ത ചോദ്യം. സംസ്ഥാന അടിയന്തരാവസ്ഥ അതായത് സ്റ്റേറ്റ് എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ഓപ്ഷൻ ബി 356. ഇതാണ് ശരിയായ ഉത്തരം. സംസ്ഥാനത്ത് ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനം തകരുമ്പോൾ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കാണ്? ശരിയുത്തരം ഓപ്ഷൻ എ, പാർലമെൻറ്റ്. പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 21-ാമത്തെ ക്വസ്റ്റ്യൻ. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിക്കാൻ അധികാരപ്പെട്ടത് ആര്? ശരിയുത്തരം ഓപ്ഷൻ എ, രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം എന്നത് പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ഡി, 61-ാം ഭരണഘടനാ ഭേദഗതി. 1989 ഈ ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 ആക്കി കുറച്ചത്. അടുത്ത ചോദ്യം. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന് സമീപിക്കാവുന്ന കോടതികൾ ഏവ? ശരിയുത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം. അതായത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയുമാണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന് സമീപിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവുമായി ബന്ധപ്പെട്ടത് ഏത് ആർട്ടിക്കിളാണ്? ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 123. 123 പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. എന്താണ് ഓർഡിനൻസ്? ഓർഡിനൻസ് പറയുമ്പോൾ പാർലമെൻറ്റ്, അതായത് കേന്ദ്രത്തിൽ പാർലമെൻറ്റോ സംസ്ഥാനങ്ങളിൽ നിയമസഭയോ സമ്മേളനത്തിലല്ലാത്ത സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു നിയമം അടിയന്തരമായി പാസ്സാക്കേണ്ടി വന്നാൽ ഭരണാധികാരികൾക്ക്, അതായത് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ നേരിട്ട് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവാണ് ഓർഡിനൻസ്. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 123 പ്രകാരമാണ്. അതുപോലെ സംസ്ഥാനങ്ങളിൽ ഗവർണർക്കും ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. അതിനുള്ള അധികാരം 213-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയ ഒരു നിയമത്തിന് ലഭിക്കുന്ന അതേ നിയമപരമായ സ്വാധീനത ഓർഡിനൻസിനും ഉണ്ടായിരിക്കും. പിന്നീട് വീണ്ടും പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമസഭ സമ്മേളനം ചേരുമ്പോൾ ആ തീയതി മുതൽ 6 ആഴ്ചക്കുള്ളിൽ ഈ ഓർഡിനൻസിന് സഭയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ 6 ആഴ്ച കഴിയുമ്പോൾ ഓർഡിനൻസ് അസാധുവായി തീരും. 25-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ പങ്കെടുത്തിരിക്കുന്ന ബ്രിട്ടീഷ് നിയമാവലി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ പങ്കെടുത്തിരിക്കുന്ന ബ്രിട്ടീഷ് നിയമാവലി ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സ്രോതസ്, അടിസ്ഥാന സ്രോതസ് എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതറിയപ്പെടുന്നത് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്.
നമ്മുടെ ഭരണഘടനയിലെ പല പ്രധാന വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഫെഡറൽ ഭരണ സംവിധാനം, ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന ഭരണ സംവിധാനം, അടിയന്തര വ്യവസ്ഥകളുടെ ചില ആശയങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യൻ ഭരണം കടം കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 25 ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി ഉത്തരം ലഭിച്ചെന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്